നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ വീണ്ടും റവന്യൂ വകുപ്പിന്റെ നടപടി. ഒരു അനധികൃത പട്ടയം കൂടി ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തു. വിന്റർ ഗാർഡൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പട്ടയമാണ് റദ്ദ് ചെയ്തത്. ഉടുമ്പൻചോല പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല. പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയിട്ട് 5 വർഷം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ പൈസ നിക്ഷേപിച്ചവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുക തിരികെ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത്. നീലക്കുറിഞ്ഞി അതിർത്തി നിർണയ സർവേ പൂർത്തിയാക്കി റവന്യൂ വകുപ്പ്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു സർവേ നടത്തി വന്നിരുന്നത്. പ്രതീക്ഷയോടെ വട്ടവട പഞ്ചായത്തിലെ കർഷക ജനത. വിശദമായ വാർത്തകളിലേക്ക്. ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ വീണ്ടും റവന്യൂ വകുപ്പിന്റെ നടപടി. ഒരു അനധികൃത പട്ടയം കൂടി ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തു. ചക്രമുടിയുടെ തുടക്കത്തിൽ വിന്റർ ഗാർഡൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പട്ടയമാണ് റദ്ദ് ചെയ്തത്. പട്ടയത്തിൽ പറഞ്ഞിരിക്കുന്ന സർവേ നമ്പറും LA നമ്പറും വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് കയ്യേറി വ്യാജ പട്ടയം ചമച്ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ പട്ടയം റദ്ദ് ചെയ്ത ഉത്തരവിറക്കിയത്. ഇതോടെ ചക്രമുടിയിൽ റദ്ദ് ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം 5ആയി. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. അനധികൃതമായി കൈവശപ്പെടുത്തിയ 1 ഏക്കർ 5 സെന്റിന്റെ പട്ടയമാണ് റദ്ദ് ചെയ്തത്. 274/1 എന്ന സർവേ നമ്പറിൽ LA 926/69 മേരിക്കുട്ടി വർഗീസ് വാഴവരയിൽ എന്ന പട്ടയമാണ് വ്യാജമെന്ന് കണ്ടെത്തി ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ IAS റദ്ദ് ചെയ്തത്. പട്ടയം ഉൾപ്പെട്ടതായി കാണിച്ചിരിക്കുന്ന സർവേ നമ്പർ ചക്രമുടിയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ബൈസൺവാലി വില്ലേജിന്റെ പടിഞ്ഞാറേ ഭാഗത്താണെന്നിരിക്കെ 27/1 സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിലെത്തി നേരിട്ട് അന്വേഷണം നടത്തിയ പരിശോധനയിൽ പട്ടയം നൽകുന്ന ഓഫീസിൽ സൂക്ഷിക്കുന്ന പട്ടയവുമായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷാ രജിസ്റ്റർ, പതിവ് ഉത്തരവ് രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ, പതിവ് ലിസ്റ്റ് എന്നിവയൊന്നും ഇല്ല എന്ന് കണ്ടെത്തി. തുടർന്ന് 6 ഹിയറിംഗുകളും നടത്തി. എന്നാൽ പട്ടയം റദ്ദു ചെയ്യാതിരിക്കുന്നതിന് തക്ക രേഖകൾ ഒന്നും തന്നെ കയ്യേറ്റക്കാർക്ക് ഹാജരാക്കുവാൻ കഴിഞ്ഞില്ല. തുടർന്നാണ് പട്ടയം റദ്ദു ചെയ്തത്. ഇതോടെ ചക്രമുടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഇതുവരെ റദ്ദു ചെയ്തത് 5 പട്ടയങ്ങളാണ്. വരും ദിവസങ്ങളിൽ സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികളിലേക്കും റവന്യൂ വകുപ്പ് നീങ്ങുമെന്നാണ് ലഭിക്കുന്ന വിവരം. പാറപ്പുറമ്പോക്കായ സർക്കാർ ഭൂമി കയ്യേറി വ്യാജ പട്ടയമുണ്ടാക്കി അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മേഖലയിൽ വൻകിട നിർമ്മാണം നടത്തിയതിനെ തുടർന്ന് റവന്യൂ മന്ത്രി K. രാജന്റെ നിർദ്ദേശപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടറാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത്. പിന്നീട് വിശദമായ അന്വേഷണവും നടപടികളും തുടർന്നു വരുന്നത്. സിറ്റി വിഷൻ, ബൈസൺവാലി. ഉടുമ്പൻചോല പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ കെട്ടിടം അധ്യാപകർക്കും കുട്ടികൾക്കും ഭീഷണിയാകുന്നു. പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി 5 വർഷം പിന്നിട്ടിട്ടും ഇതിന് തുടരിടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് കെട്ടിടം. ാണ് പാറത്തോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ LP വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത്. പെരുമഴയിൽ കെട്ടിടത്തിന്റെ തറയിരുന്നതാണു. ഇതോടെ ഭിത്തിയിൽ വലിയ വിള്ളലും രൂപപ്പെട്ടു. 2020 നടത്തിയ പരിശോധനയിൽ കെട്ടിടം ഇനി ഉപയോഗിക്കാനാകില്ല എന്ന് കണ്ടെത്തി. പിന്നാലെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നിർദ്ദേശവും നൽകി. നടപടികൾ ഉണ്ടാകാതെ വന്നതോടെ കുട്ടികൾ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് കടക്കാതിരിക്കാൻ മറ്റു ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് അധ്യാപകരും PTA-യും. കെട്ടിടം പൊളിച്ചു നീക്കാൻ ആവശ്യമായ തുക നൽകേണ്ടത് ജില്ലാ പഞ്ചായത്താണ്. എന്നാൽ ഈ തുക PTA-യും സ്കൂൾ അധികൃതരും കണ്ടെത്തണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പറയുന്നത്. കൂടാതെ പൊളിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്നതിനായി ജില്ലാ പഞ്ചായത്തിന് 10,000 രൂപ നൽകണമെന്നും ഇവർ നിബന്ധന വെച്ചു. ഇതോടെ കെട്ടിടം പൊളിക്കുന്നതിനുള്ള കരാറെടുക്കാൻ ആരും തയ്യാറായില്ല. 2020 ബിൽഡിംഗ് വന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് അൺഫിറ്റ്, ഇത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞ് പേപ്പറൊക്കെ കൊടുത്തിട്ട് പോയതാണ്.
പിന്നെ അതിൻ്റെ പേപ്പർ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് 2025-26 ഈ വർഷം തുടങ്ങുന്ന മുമ്പായിട്ട് വന്ന് ചെക്ക് ചെയ്ത് ലേലം വെച്ച് പൊളിക്കാനുള്ള നടപടി എടുക്കണമെന്ന് പഞ്ചായത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് 2 ഏലം വിളിച്ച ഏലത്തിന് ആരും വന്ന് പങ്കെടുക്കാത്ത കാരണം ഏലത്തിൻ്റെ അമൗണ്ട് കുറവായതുകൊണ്ടാണ്. പിന്നെ അത് പൊളിച്ച് മാറ്റുന്നതിന് 30-40,000 മേലെ ചിലവുണ്ട്. ആ ചിലവും ചെയ്തിട്ട് പൊളിക്കാനായിട്ട് ആരും മുന്നെടുക്കുന്നില്ല. കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി NDRFനെയും സ്കൂൾ അധികൃതർ സമീപിച്ചു. മഴ ആരംഭിച്ചാൽ ഭയപ്പാടോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത്. കെട്ടിടം പൊളിച്ചു നീക്കി വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുവാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നതാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ പൈസ നിക്ഷേപിച്ചവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുക തിരികെ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത്. പൊത്താനിക്കാട് കൈപ്പനാനിക്കൽ കെ ജോസഫ്, ഭാര്യ റോസക്കുട്ടി എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നിക്ഷേപിച്ച തുക ഇതുവരെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. പോത്താനിക്കാട് സ്വദേശികളായ ജോസഫും ഭാര്യ റോസക്കുട്ടിയും കട്ടപ്പനയിൽ മകന്റെ വീട്ടിലെത്തിയപ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭ വനിതാ കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ തുക നിക്ഷേപിച്ചത്. 2022 25,000 രൂപയാണ് നിക്ഷേപിച്ചത്. ഇതിന് 7.5% പലിശ നൽകാമെന്ന ഉറപ്പിലാണ് പൈസ നിക്ഷേപിച്ചത്. തുടർന്ന് 2023 30,000 രൂപ കൂടി നിക്ഷേപിച്ചു. ഇതിന് 8.75% പലിശ നൽകാമെന്നാണ് പറഞ്ഞത്. എന്നാൽ തുക നിക്ഷേപിച്ചതിനു ശേഷം പലിശ പോലും ലഭിച്ചിട്ടില്ല. നിലവിൽ വർഷങ്ങളായി നിക്ഷേപിച്ച തുകയെങ്കിലും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട നാളുകളായി ഈ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പടി കയറി ഇറങ്ങുകയാണ് ഈ വൃദ്ധ ദമ്പതികൾ. ഞങ്ങൾ ആദ്യമൊക്കെ വന്നു, ഒന്നാമത് ഒന്നുമില്ലെന്ന് പറഞ്ഞു. പിന്നെ 2ാം വട്ടം വന്നപ്പോൾ പിന്നെ ഞാൻ വന്നു. ഒരു 30 ദിവസം കഴിഞ്ഞ് വന്നു. ഇങ്ങനെ ഒരു 6 പ്രാവശ്യം വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5,000 രൂപ എങ്കിലും തരാൻ ഞാൻ പറഞ്ഞു. എന്നിട്ട് അതിന് കിട്ടിയില്ല. കൃഷിപ്പണിയടക്കം ചെയ്ത് സ്വരുക്കൂട്ടിയ തുകയാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. വാർദ്ധക്യ ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന ഇവർ തങ്ങൾ നിക്ഷേപിച്ച പൈസ തിരികെ ലഭിക്കാതായതോടെ വലിയ പ്രതിസന്ധിയിലാണ്. 2022 കൊണ്ടുപോയി 25,000 രൂപ ആയിട്ടും 2023 30,000 രൂപ ആയിട്ടും ഒരു വർഷത്തേക്കായി കാണുന്നു. അത് പിന്നെ 10 പൈസ മുതൽ പലിശ തന്നിട്ടില്ല. ഞങ്ങളൊരു 15 പ്രാവശ്യമൊന്നും അല്ലെന്നുണ്ട്. എത്ര പ്രാവശ്യം നടന്നു പോയി വരും. ഇവർ വരുമ്പോൾ എന്താ പറയുന്നത്? ഇവർ പറയുന്നത് ഇവിടെ പൈസ ഇല്ല, ഇവിടെ പൈസ ഇല്ല, ഒന്നും ഒരു അവധിയും പറയും. എന്നപ്പോൾ തൊട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങിയത് ബാങ്കിൽ? അത്രയായി. എന്ത് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് പോകുന്നത് നിങ്ങൾ? അവരെന്നാ പറഞ്ഞു ഫയലിലൊന്നും പറഞ്ഞില്ല. ഇത്ര നേരം ഇരുന്നിട്ട് ഇവിടെ വരയ്ക്കാൻ തുടങ്ങി. പാട്ടിണി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചില പേരെന്ന് പറയാമോ? എൻ്റെ പേര് ജോസഫ്. സമാന രീതിയിൽ നിക്ഷേപിച്ച മറ്റ് നിക്ഷേപകർക്കും നിക്ഷേപത്തുക തിരികെ ലഭിക്കാനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പുറത്ത് ലോൺ കൊടുത്ത തുകകൾ തിരികെ ലഭിക്കാത്തതാണ് കാരണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. നിലവിൽ 55,000 രൂപയോളം നിക്ഷേപത്തുക ഇവർക്ക് ലഭിക്കാനുണ്ട്. ബാങ്കിലെ മുൻ സെക്രട്ടറിയാണ് ലോൺ കൊടുത്തതെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞതായി ഇവർ പറയുന്നു. എന്നാൽ ഈ തുകകളൊന്നും തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് നിക്ഷേപകർക്ക് അവർ മുടക്കിയ തുക തിരികെ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിട്ടെന്നും 1.5 കോടിയോളം രൂപ കടമുണ്ടെന്നും സൊസൈറ്റി അധികൃതർ പറഞ്ഞതായി ഇവർ പറയുന്നു. നിക്ഷേപത്തുക തിരികെ ലഭിക്കാതായതോടെ നിയമ നടപടി അടക്കമുള്ള മാർഗങ്ങളിലേക്ക് നീങ്ങാനാണ് ഈ വൃദ്ധ ദമ്പതികളുടെ തീരുമാനം. സിറ്റി വിഷൻ, കട്ടപ്പന. നീലക്കുറിഞ്ഞി അതിർത്തി നിർണയ സർവേ പൂർത്തിയാക്കി റവന്യൂ വകുപ്പ്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു സർവേ നടത്തി വന്നിരുന്നത്. മന്ത്രി കെ രാജൻ നേരിട്ട് ദേവികുളത്തെത്തി നടത്തിയ യോഗത്തിന് ശേഷമാണ് അതിർത്തി നിർണയ സർവേ നടപടികൾ ആരംഭിച്ചത്. സർവേ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശവും മന്ത്രി നൽകിയിരുന്നു. കാലങ്ങളായി വട്ടവട, കൊട്ടാക്കൊമ്പൂർ വില്ലേജുകളിൽ നിലനിന്ന വലിയ പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് വട്ടവട പഞ്ചായത്തിലെ കർഷകർ. കഴിഞ്ഞ 22-നാണ് ദേവികുളം സബ് കളക്ടർ ജയകൃഷ്ണൻ IAS നേതൃത്വത്തിൽ നീലക്കുറിഞ്ഞി ഉദ്യാന അതിർത്തി നിർണയ നടപടികൾ ആരംഭിച്ചത്.
18-ാം തീയതിയാണ് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ദേവികുളത്ത് നേരിട്ടെത്തി നീലക്കുറിഞ്ഞി അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം ചേർന്നത്. യോഗത്തിന് ശേഷം സർവേ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് നിർദ്ദേശം നൽകുകയും കൂടാതെ സർവേ ടീമിന് വാഹനവും ക്യാമ്പ് ഓഫീസും അനുവദിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സർവേ സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്ത് സർവേ നടപടികൾ ആരംഭിക്കുകയും 15 ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു. നീലക്കുറിഞ്ഞി സങ്കേതവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സർവേ നടപടികൾ സർവേ വകുപ്പ് പൂർത്തീകരിച്ച് അതിൻ്റെ അതിര് നിർണയത്തിൻ്റെ മാപ്പ് നമ്മുടെ സെറ്റിൽമെൻറ്റ് ഓഫീസറായ സബ് കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇതുമായിട്ട് അനുബന്ധിച്ച് നമ്മുടെ തുടർ നടപടികളായിട്ടുള്ള ഇവിടെ ഈ ഓഫീസിൽ ലഭിച്ചിട്ടുള്ള 547 സെറ്റിൽമെൻറ്റ് ക്ലെയിമുകളിൽ കക്ഷികളെ ഹിയർ ചെയ്തിട്ട് നമ്മൾ തീർപ്പാക്കുന്നതാണ്. ഇതുവഴി നീലക്കുറിഞ്ഞി സങ്കേതം എന്നുള്ളത് യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ പോവുകയാണ്. 2006 ഒക്ടോബർ 7-നാണ് വട്ടവട പഞ്ചായത്തിലെ കൊട്ടാക്കമ്പൂർ വട്ടവട വില്ലേജുകളിലായി 3200 ഹെക്ടർ സ്ഥലം നീലക്കുറിഞ്ഞി ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. നീലക്കുറിഞ്ഞി സംരക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം കർഷക ജനതയുടെ ഭൂമിയും കർഷകന് പൂർണ്ണ അവകാശം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിലവിൽ സർവേ നടത്തി അതിർത്തി നിർണയം പൂർത്തീകരിക്കുന്നതിലേക്ക് സർക്കാരിനെ നയിച്ചത്. സിറ്റി വിഷൻ, മൂന്നാർ. ദേവികുളം സബ് കളക്ടറായിരുന്ന VM ജയകൃഷ്ണന് സ്ഥലം മാറ്റം. സപ്ലൈകോ MD ആയിട്ടാണ് VM ജയകൃഷ്ണൻ സ്ഥലം മാറിപ്പോകുന്നത്. പുതിയ സബ് കളക്ടറായി VM ആര്യ IAS ചുമതലയേറ്റു. നീലക്കുറിഞ്ഞി സർവേ, ചക്രമുടി കയ്യേറ്റം എന്നീ വിഷയങ്ങളിൽ നിർണായകമായ ഇടപെടൽ നടത്തിയാണ് ജയകൃഷ്ണൻ ദേവികുളത്ത് നിന്ന് പടിയിറങ്ങുന്നത്. 2023 ഡിസംബറിലാണ് VM ജയകൃഷ്ണൻ IAS ദേവികുളം സബ് കളക്ടറായി ചുമതലയേൽക്കുന്നത്. ശാന്തമായ സ്വഭാവവും അർപ്പണബോധവും ആളുകളോടുള്ള സ്നേഹസമ്പന്നമായ ഇടപെടലുമാണ് MV ജയകൃഷ്ണൻ എന്ന IAS-കാരനെ വ്യത്യസ്തനാക്കുന്നത്. കയ്യേറ്റവും പട്ടയ വിവാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ദേവികുളത്തിന്റെ ചുമതലയേറ്റതു മുതൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വലിയ പ്രാധാന്യം നൽകിയാണ് പ്രവർത്തിച്ചത്. ഒപ്പം കയ്യേറ്റങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനും നിലപാടെടുക്കുകയും ചെയ്തു. അദ്ദേഹം ഒപ്പുവെച്ച അവസാന ഫയലും അതിനുദാഹരണമാണ്. ഏറെ വിവാദമായ ചൊക്രമുടി കയ്യേറ്റത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ച സബ് കളക്ടർ പോകുന്നതിനു മുമ്പ് അവസാനമായി ഒപ്പുവെച്ചതും ചൊക്രമുടിയിലെ ഒരു വ്യാജ പട്ടയം റദ്ദു ചെയ്തുകൊണ്ടുള്ള ഫയലിലാണ്. ഇതോടൊപ്പം ഏറെക്കാലമായി വിവാദമായി നിന്ന വട്ടവടയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ അതിർത്തി നിർണയം റവന്യൂ മന്ത്രി നേരിട്ടെത്തി ഉത്തരവാദിത്വം ഏൽപ്പിച്ചതു മുതൽ 15 ദിവസം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയെന്നതും വട്ടവടയിലെ കർഷക ജനതയ്ക്ക് ഏറെ ആശ്വാസം. കൂടാതെ ചിന്നക്കനാൽ സിങ്ക് കണ്ടംകാരുടെ പട്ടയ വിഷയത്തിലും റവന്യൂ ഭൂമിയിലെ വനം വകുപ്പിന്റെ കയ്യേറ്റത്തിലും കൃത്യമായ ഇടപെടൽ നടത്തി. കൂടാതെ ഓഫീസിലെത്തുന്നവർക്ക് മികച്ച സേവനം നൽകി ജില്ലയിലെ ആദ്യ ISO അംഗീകാരമുള്ള RDO ഓഫീസ് എന്ന അംഗീകാരവും നേടിയെടുത്തു ഇദ്ദേഹത്തിന്റെ ഈ സേവന കാലയളവിൽ. ഒരേ സമയം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരവും കണ്ടാണ് VM ജയകൃഷ്ണൻ എന്ന IAS-കാരൻ പകരമായിട്ടെത്തിയ VM ആര്യ IAS-ന് സ്ഥാനമൊഴിഞ്ഞു നൽകി ദേവികുളം സബ് കളക്ടർ ഓഫീസിന്റെ പടിയിറങ്ങുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ. ദേവികുളം സബ് കളക്ടറായി VM ആര്യ IAS ചുമതലയേറ്റു. മുൻ സബ് കളക്ടർ ആരംഭിച്ച നീലക്കുറിഞ്ഞി ഉദ്യാനത്തിന്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതിനും പട്ടയ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിനും മുന്തിയ പരിഗണന നൽകുമെന്ന് VM ആര്യ സിറ്റി വിഷനോട് പറഞ്ഞു. ദേവികുളം സബ് കളക്ടറായിട്ട് ചാർജ് എടുക്കുമ്പോൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒന്ന് ദുരന്ത നിവാരണം എന്നതിനെക്കാട്ടിയും അതിൻ്റെ ഒരു പ്രിവെൻഷൻ എന്നത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ശ്രമിക്കുക എന്നതാണ്. പിന്നെ കുറിഞ്ഞിമല സങ്കേതത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ടെന്യൂറിൽ പറ്റുകയാണെങ്കിൽ അത് എത്രയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികളുടെ, അതായത് എൻ്റെ റൊട്ടീൻ വർക്കിന് പുറത്താണെങ്കിലും വിദ്യാഭ്യാസം, അത് കുട്ടികൾ ഒരു 10th 12th വരെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഹയർ എഡ്യൂക്കേഷൻ കുറച്ചധികം പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് കടന്ന് അത് മനസ്സിലാക്കി അത് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആഗ്രഹമുണ്ട്. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. The Big Stone.
ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. നിങ്ങൾക്കേവർക്കും KG's ജ്വല്ലറിയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. Our shops, കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. ഇത്തവണത്തെ CBSE ജില്ലാ കലോത്സവം അടിമാലിയിൽ നടക്കും. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലാണ് അടുത്ത മാസം 3 ദിവസങ്ങളിലായി കലോത്സവം നടക്കുന്നത്. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ സ്കൂളിൽ പുരോഗമിക്കുന്നുണ്ട്. വീണ്ടും ഒരു തവണ കൂടി CBSE ജില്ലാ കലോത്സവത്തിന് അടിമാലി വേദിയാകാൻ ഒരുങ്ങുകയാണ്. അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ അടുത്ത മാസം 13, 19, 20 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. ആരവ് 2025 എന്ന പേരിലാണ് ഇത്തവണത്തെ സഹോദയ കലോത്സവം നടക്കുന്നത്. ഇടുക്കി സഹോദയയ്ക്ക് കീഴിൽ വരുന്ന 30-ലധികം സ്കൂളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. കലോത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ പുരോഗമിക്കുന്നുണ്ട്. സ്കൂൾ കലോത്സവം അടുത്ത മാസം 13, 19, 20 തീയതികളിൽ വിശ്വദീപ്തിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. ഈ വർഷത്തെ കലോത്സവത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത് ആരഫ് 2025 എന്ന പേരിലാണ്. 35ഓളം സ്കൂളുകൾ പങ്കെടുക്കുന്ന ഈ കലോത്സവത്തിൽ ഒത്തിരിയേറെ കലാകാരന്മാർ അവരുടെ കഴിവുകൾ ഇവിടെ മാറ്റുരയ്ക്കുന്നതാണ്. 13-ന് രചനാ മത്സരങ്ങളും 19, 20 തീയതികളിൽ സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും. കലോത്സവവുമായി ബന്ധപ്പെട്ട ലോഗോ പ്രകാശനം കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്നു. 2023-ലും CBSE ജില്ലാ കലോത്സവത്തിന് അടിമാലിയും വിശ്വദീപ്തി പബ്ലിക് സ്കൂളും വേദിയായിരുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഇടുക്കി ക്ലിക്സ് എന്ന പദ്ധതിക്ക് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തുടക്കമായി. ജില്ലയിൽ നടത്തുന്ന യാത്രകളിൽ എടുക്കുന്ന ചിത്രങ്ങൾ ഓർമ്മകളായി സൂക്ഷിക്കുന്ന തരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. DTPCയുടെ കീഴിലുള്ള മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് നിരവധി പദ്ധതികളാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇടുക്കി ക്ലിക്സ് എന്ന പദ്ധതിയും പുതിയതായി ആരംഭിച്ചിട്ടുള്ളത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെല്ലാം ഫോട്ടോ പോയിന്റുകൾ സ്ഥാപിക്കും. വിനോദസഞ്ചാരികളുടെ ഫോട്ടോ പകർത്തുന്ന ഫോട്ടോഗ്രാഫർമാർ ഇനി മുതൽ സഞ്ചാരികളുടെ ചിത്രം, മഗ്, കീ ചെയിൻ, വസ്ത്രം, ഫ്ലാസ്ക് എന്നിവയിലും പ്രിന്റ് ചെയ്തു നൽകും. ഇതിനായി ജില്ലാ അടിസ്ഥാനത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർമാർക്ക് ഇതിനോടകം തന്നെ പരിശീലനം നൽകി കഴിഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS നിർവഹിച്ചു. നമ്മുടെ ഇടുക്കി ക്ലിക്സ് പദ്ധതി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. ഇത് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലാതെ ജില്ലയിലെ വിവിധ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്സിൽ നമ്മൾ ഈ ഇടുക്കി ക്ലിക്സ് ലോഞ്ച് ചെയ്യും.
ഇത് ഇടുക്കി ക്ലിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഫോട്ടോസ് എല്ലാവരുടെ മൊബൈലിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവരുടെ മൊബൈൽസിലും അത് എടുക്കാൻ പറ്റുന്നുണ്ട്. സോ വേറെ എന്ത് പ്രോഡക്ട്സ് ആണ് നമ്മൾ കൊടുത്താൽ ആൾക്കാരെ ആകർഷിച്ചിട്ട് ഇങ്ങോട്ട് വരും എന്നുള്ളത് ചിന്തിച്ചിട്ടാണ് ഈ ഇടുക്കി ക്ലിക്സ് ഉള്ളത്. ഇതോടൊപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിൽ കുടുംബശ്രീ അടക്കമുള്ള സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന പദ്ധതിയായ ഇടുക്കി ഇലക്ട്രിയുടെ പേര് നിർദ്ദേശിച്ച വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ പ്രശാന്തിന് ജില്ലാ കളക്ടർ ഉപഹാരം നൽകി ആദരിച്ചു. ഒപ്പം മൂന്നാർ ടു മാങ്കുളം പോക്കറ്റ് മാപ്പ് പ്രകാശനം സബ് കളക്ടർ VM ജയകൃഷ്ണൻ നിർവഹിച്ചു. കൂടാതെ DTPCയുടെ ലോഗോ പ്രകാശനവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ദേവികുളത്തു നിന്നും സ്ഥലം മാറിപ്പോകുന്ന സബ് കളക്ടർ VM ജയകൃഷ്ണന് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പുതിയ സബ് കളക്ടറായി ചുമതലയേറ്റ VM ആര്യ IAS, DTPC സെക്രട്ടറി ജിതേഷ് അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. സാഹിത്യകാരനും പ്രഭാഷകനുമായ CS റജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണത്തിന് അടിമാലിയിൽ നിന്നും തുടക്കമായി. ചടങ്ങിൽ റജികുമാർ എഴുതിയ നൊസ്റ്റാൾജിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവിയരങ്ങും സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ നിർവഹിച്ചു. സബ് ഇൻസ്പെക്ടർ KD മണിയൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ CS റജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത്. 14ാമത്തെ വർഷമാണ് പ്രയാണം തുടരുന്നത്. 10 ദിവസം നീളുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളുടെ പ്രയാണം നടത്തി ആഗസ്റ്റ് 15-ന് വൈസൻമാലിയിൽ സമാപിക്കും. വിവിധ സ്കൂൾ, കോളേജുകളിൽ പ്രയാണമെത്തും. ചടങ്ങിൽ റജികുമാറിന്റെ മാതാവ് ഭവാനിയമ്മ ഭദ്രദീപം തെളിയിച്ചു. സബ് ഇൻസ്പെക്ടർ KD മണിയൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. റജികുമാർ എഴുതിയ നൊസ്റ്റാൾജിയ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവിയരങ്ങും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിലേക്ക് പുതിയ തലമുറയെ ഒന്ന് ഉണർത്തുപാട്ട് പോലെ ഓർമ്മിപ്പിച്ച് പിന്നോട്ട് കൊണ്ടുപോകുന്ന ഈ സമരപ്രയാണത്തിൽ ചെറിയ പരിപാടിയല്ലിത്. ഇടുക്കി പോലെ അല്ലെങ്കിൽ വേറെ 1-2 ജില്ലകൾ കൂടി കോർത്തിണക്കി ഒടുവിൽ സമാപിക്കുന്നത് ബൈസൺമലിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. അടിമാലി ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ ജോസ് കോനാട്ട് പുസ്തക പരിചയം നടത്തി. സത്യൻ കോനാട്ട്, അഡ്വക്കേറ്റ് K റേഞ്ച്, ജേക്കബ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു. അടിമാലിയിലെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്തെ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. കരുണാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി മെഡിക്കൽ ക്യാമ്പ് നടത്തി. കോട്ടാർ മൈതാനത്തിലെ പഞ്ചായത്ത് ബിൽഡിംഗിൽ നടന്ന ക്യാമ്പിന്റെ പ്രയോജനം നിരവധി പേർക്കാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി വാവച്ചൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരുണാപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി വിഭാഗക്കാർക്കും ശ്രവണ വൈകല്യമുള്ളവർക്കും അനുയോജ്യമായ സഹായ ഉപകരണങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഉള്ള ആളുകൾക്ക് ഉപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഓർത്തോ, ENT എന്ന് പറയുന്ന കേൾവി ശക്തി, ഈ 2 വിഭാഗങ്ങളിലാണ് പ്രധാനമായും പരിശോധനകൾ നടക്കുന്നത്. ഡോക്ടർ ജിഷാന്ത്, ഡോക്ടർ മണികണ്ഠൻ തുടങ്ങിയവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി. പരിശോധനയിൽ പങ്കെടുത്തവർക്കുള്ള ഉപകരണങ്ങൾ ഭിന്നശേഷി വികസന കോർപ്പറേഷന്റെയും കെൽട്രോണിന്റെയും സഹായത്തോടു കൂടിയാണ് വിതരണം നൽകുക. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സാലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി വാവച്ചൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഈ വർഷം നമ്മൾ പദ്ധതി വെച്ചുകൊണ്ട് ICDSുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ പദ്ധതി വെച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചുകൊണ്ട് നിങ്ങളിൽ നിന്നും ആൾക്കാരുടെ, ഡോക്ടർമാരുടെ, അതായത് പിന്നെ ENT ഡോക്ടർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താണ് ഇതുള്ളതെന്ന് നോക്കിയിട്ട് അതിനുള്ള ഉപകരണങ്ങൾ നമ്മൾ അടുത്ത ദിവസം ഒന്ന് ക്യാമ്പ് നടത്തിയതിന് ശേഷമാണ് കൊടുക്കുന്നത്. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യൂസ് മറ്റപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ CM ബാലകൃഷ്ണൻ, ലതാ ഗോപകുമാർ, സതി അനിൽകുമാർ, ഭിന്നശേഷി വികസന കോർപ്പറേഷൻ കോർഡിനേറ്റർ നിയാസ, കെൽട്രോൺ പ്രതിനിധി ഷുക്കൂർ, CDPO TR ഇന്ദുലേഖ, ICDS സൂപ്പർവൈസർ KT ഗീതാകുമാരി, സെക്രട്ടറി ബ്രൈറ്റ്മോൻ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
ഉൽപാദനം ആരംഭിച്ച 1 വർഷം പൂർത്തിയാക്കാനൊരുങ്ങുകയാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി. 85 മില്യൺ യൂണിറ്റിലധികം വൈദ്യുതി ഇതിനകം പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 28-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നാടിന് സമർപ്പിച്ചത്. വൈദ്യുതി നിലയത്തിലെ 1-ാം നമ്പർ ജനറേറ്റർ കഴിഞ്ഞ വർഷം ജൂലൈ 10-നും 2-ാം നമ്പർ ജനറേറ്റർ സെപ്റ്റംബർ 30-നുമാണ് ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വാണിജ്യ ഉൽപാദനം ആരംഭിച്ചത്. ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ കുറഞ്ഞ അളവിൽ ജലം മതി എന്നതാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതിയുടെ പ്രത്യേകത. റൺ ഓഫ് ദി റിവർ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ സ്ഥാപിത ശേഷി 40 മെഗാവാട്ടും വാർഷികോൽപാദനം ലക്ഷ്യമിടുന്നത് 99 ദശലക്ഷം യൂണിറ്റുമാണ്. അടിമാലി വാളറയ്ക്ക് സമീപമാണ് തൊട്ടിയാർ ജലവൈദ്യുതി പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത്. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ നീരൊഴുക്കാണ് പദ്ധതിയുടെ സ്രോതസ്. ദേവിയാർ പുഴയിൽ വാളറയിൽ 222 മീറ്റർ നീളവും 7.5 മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് തടയണ നിർമ്മിച്ച് 60 മീറ്റർ നീളമുള്ള കനാൽ വഴി ജലം തിരിച്ചുവിട്ട കുതിരക്കുത്തിമലയിലെ 2.60 മീറ്റർ വ്യാസവും 199 മീറ്റർ നീളവുമുള്ള തുരങ്കത്തിൽ എത്തിക്കുന്നു. അവിടെ നിന്നും 1252 മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് വഴി കടത്തിവിട്ട് പെരിയാർ നദിയുടെ വലതുകരയിൽ സ്ഥാപിച്ച വൈദ്യുതി നിലയത്തിലെത്തിച്ച് 10 മെഗാവാട്ടും 30 മെഗാവാട്ടും ശേഷിയുള്ള ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപാദനം നടത്തുന്നു. പദ്ധതിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലോവർ പെരിയാർ തൊട്ടിയാർ ഫീഡറിലേക്കും തൊട്ടിയാർ ചാലക്കുടി ഫീഡറിലേക്കും എത്തിക്കുന്നു. കൂടാതെ പെരിയാർ നദിക്ക് കുറുകെ നീണ്ടപാറയ്ക്ക് സമീപത്തായി 110 മീറ്റർ നീളമുള്ള പാലവും നിർമ്മിച്ചിട്ടുണ്ട്. 188 കോടി രൂപയാണ് തൊട്ടിയാർ പദ്ധതിയുടെ ആകെ നിർമ്മാണ ചെലവ്. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചക്രമുടി കയ്യേറ്റ വിഷയത്തിൽ വീണ്ടും റവന്യൂ വകുപ്പിന്റെ നടപടി. ഒരു അനധികൃത പട്ടയം കൂടി ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തു. വിന്റർ ഗാർഡൻ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന ഭൂമിയുടെ പട്ടയമാണ് റദ്ദ് ചെയ്തത്. ഉടുമ്പൻചോല പാറത്തോട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഗവൺമെന്റ് ഹൈസ്കൂളിലെ അപകടാവസ്ഥയിലായ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല. പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകിയിട്ട് 5 വർഷം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കട്ടപ്പന നഗരസഭ വനിതാ സഹകരണ സംഘത്തിൽ പൈസ നിക്ഷേപിച്ചവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുക തിരികെ ലഭിച്ചിട്ടില്ല എന്ന പരാതിയുമായി വൃദ്ധ ദമ്പതികൾ രംഗത്ത്. നീലക്കുറിഞ്ഞി അതിർത്തി നിർണയ സർവേ പൂർത്തിയാക്കി റവന്യൂ വകുപ്പ്. ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു സർവേ നടത്തി വന്നിരുന്നത്. പ്രതീക്ഷയോടെ വട്ടവട പഞ്ചായത്തിലെ കർഷക ജനത. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.